യുടെ നമ്മുടെ പുത്തൻതോപ്പ് ഇടവക ദൈവജനത്തിൻ്റെ പരിഹാര കുരിശിൻ്റെ വഴിയാണല്ലോ നാം നടത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണത്തിനും നമ്മുടെ കുടുംബങ്ങളുടെ ഓരോ വ്യക്തികളുടെയും വിശുദ്ധിക്ക് വേണ്ടിയാണ് ഈ കുരിശിൻ്റെ വഴി കാഴ്ചയായി സമർപ്പിക്കുന്നത്. ദൈവപിതാവിൻ്റെ ഏകജാതനായ ക്രിസ്തുവിൻ്റെ സ്നേഹവും രക്ഷയും അനുസ്യൂതം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശിൽ മരിച്ചവനെ കുരിശാലെ വിജയം വരിച്ചവനെ മിഴിനീരൊഴുക്കിയെന്നേ കുരിശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനെ ശിഷ്യനായി തീരുവാൻ ആശിപ്പോലെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക നിന്റെ വിരക്തത്താലിൽ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ അയൽക്കാരോടും മറ്റുള്ളവരോടും ഒക്കെ ക്ഷമിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ കുടുംബത്തെ തന്നെ നവീകരിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന സ്നേഹമാവുന്ന ഈശോയെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈ കുരിശിന്റെ വഴിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പരിഹരിക്കുവാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമല്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങൾ അറിയിച്ച കർത്താവെ, ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യദാതാവിൻ കാരുണ്യം കൈക്കൊണ്ടു കടലത്തിലാഴ്ത്തി നിന്നെ അവസാന വിധിയിൽ നീ അഴിവാർന്നു ഞങ്ങൾക്കായി അരുളേണമേ നാഗഭാഗ്യം. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു. പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വധിക്കേണ്ടതിന് ഗൂഢാലോചന നടത്തി ബന്ധിച്ചുകൊണ്ട് ദേശാധിപതിയായ പീലാത്തോസിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു: ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇയാളെ ശിക്ഷിച്ച് വിട്ടയക്കും. നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി കുരിശിൽ തറച്ചു കൊല്ലുവിൻ. തികച്ചും യുക്തിരഹിതവും അന്യായവുമായ വിധിവാചകം. കുറ്റമില്ലാത്തവനെ മോചിപ്പിക്കുന്നതിന് പകരം മുറവിളിക്കുന്ന ജനത്തെ ഭയന്ന് അധികാര കസേരയിൽ തുടരാൻ മനസാക്ഷിക്കെതിരായ ഒരു വിധി. നാടുനീളെ നന്മ ചെയ്ത് കടന്നുപോയ ഈശോ വിമർശകരോട് ധൈര്യപൂർവ്വം വെല്ലുവിളിച്ചു: നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ സാധിക്കും? യഹൂദ നിയമമനുസരിച്ച് ന്യൂനതയോ എന്തെങ്കിലും വൈകല്യമോ ഉള്ള കാളയെയോ ആടിനെയോ ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കാൻ പാടില്ല. പീലാത്തോസിന്റെ അന്യായ വിധിയിൽ ന്യായവും വ്യക്തവുമായ ഒരു വിധി അടങ്ങിയിരിക്കുന്നു: ഞാൻ അവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. അതായത്, ബലിവസ്തുവായി തീരുന്ന യേശുനാഥൻ കുറവുകളില്ലാത്ത കുഞ്ഞാടാണെന്ന സാക്ഷ്യം. അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുക. വ്യാജകുറ്റങ്ങൾ ആരോപിച്ചിട്ടും അവിടുന്ന് ശബ്ദിക്കുന്നില്ല, പരിഭവമില്ല. ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ദാഹിച്ചു വരേണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ, തലയിൽ മുൾക്കിരീടം, ചമ്മട്ടിയടിയേറ്റ ശരീരത്തിൽ രക്തമൊലിക്കുന്നു. നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ, സത്യത്തിന് വേണ്ടി വാദിച്ചതിന്റെ പേരിൽ, തിന്മയ്ക്കെതിരെ നിലപാടെടുത്തതിന്, എല്ലാവരെയും സ്നേഹിച്ചതിന് പകരമായി ഇതാ വിചിത്രമായ വിധി. അന്ത്യദിനത്തിൽ വിധിയാളനായി വരുന്നതിന് മുമ്പ് കാരുണ്യത്തിന്റെ രാജാവായി വരാനിരിക്കുന്ന യേശുവിനെ അന്യായമായ വിധിയും കരുണയില്ലാത്ത ശിക്ഷയും. മനുഷ്യകുലത്തിന്റെ പാവപരിഹാരത്തിന് വേണ്ടിയുള്ള ബലി ആരംഭിക്കുന്നു. ദൈവമക്കളോടുള്ള പരമമായ സ്നേഹത്തിന്റെയും ദിവ്യമായ ത്യാഗത്തിന്റെയും അനുസ്മരണയ്ക്കായി ഈശോനാഥൻ പീഡാനുഭവങ്ങളിലൂടെ സ്വയം ബലിയായി ദൈവപിതാവിന് അർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തത്തോടുകൂടി അർപ്പിക്കുന്ന പരിഹാര കുരിശിന്റെ വഴിയിൽ പങ്കുചേരുന്ന ഞങ്ങളെ സഭയിലൂടെ പൂർണ്ണ ദണ്ഡ വിമോചനം പ്രാപിപ്പാൻ അനുഗ്രഹിച്ചാലും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തവറോട് വീക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കൃഷ്ണൻ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശു ചുമന്നിടുന്നു ലോകത്തിൻ വിനകൾ ചുമന്നിടുന്നു നിന്നു ദിവ്യനാഥൻ നിന്നര തിരയും നീരത്തിലൂടെ എന്തിനവേ ചൊൽക ഞാനെന്തു ചെയ്തു കുരിശിന്റെ തോളിലേറ്റ പൂന്തേ തുളുമ്പുന്ന നാട്ടിൽ ഞാൻ നിങ്ങളെ ആശയോടനയിച്ചു എന്തേരം നിങ്ങളെല്ലാം മറന്നെന്റെ ആത്മാവിനാദംഗമേറ്റി. രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു.
രാജ്യദ്രോഹികൾക്കും അടിമകൾക്കും വിധിക്കപ്പെടുന്ന ശിക്ഷയായിരുന്നു കുരിശുമരണം. ശിക്ഷ നടപ്പാക്കുന്നതിനു മുൻപായി കുറ്റവാളിയെ മൃഗീയമായി മർദ്ദിച്ചിരുന്നു. ക്രൂരതയുടെയും പരിഹാസത്തിന്റെയും കൂരമ്പുകൾ തീർത്ത മുൾക്കിരീടം അണിയിച്ചു. നീതിക്കു വേണ്ടിയും ലോകരക്ഷയ്ക്കു വേണ്ടിയും നൽകേണ്ടി വന്ന അപരിമേയമായ വില. കുരിശ് ചെമ്മട്ടി അടിയേറ്റവന്റെ മേൽ ദാഹത്താലും ക്ഷീണത്താലും വലഞ്ഞ് അവശനായവന്റെ മേൽ ഇതാ അപമാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമായ കുരിശ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ ഭാരമേറിയ കുരിശുമേന്തി ഏറ്റവും നിന്ദിതനായി അവിടുന്ന് കാൽവരിയിലേക്കുള്ള യാത്ര തുടങ്ങി. ലോകരക്ഷകനായി വന്നവൻ, അന്ധന് കാഴ്ച നൽകിയവൻ, 5 അപ്പം 5000 പേർക്കായി വിളമ്പിയവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, ഓശാന പാടി രാജാവെന്ന് വാഴ്ത്തപ്പെട്ടവൻ, ഇന്നിതാ ഏകനായി കുരിശും ചുമന്ന് നടന്നു നീങ്ങുന്നു. ഒന്ന് സഹായിക്കുവാനോ ആശ്വാസവാക്ക് പറയുവാനോ ആരുമില്ല. രാവും പകലും കൂടെ നടന്ന ശിഷ്യന്മാർ എവിടെ? രോഗസൗഖ്യം ലഭിച്ചവർ എവിടെ? ആ സ്നേഹം അനുഭവിച്ചവർ എവിടെ? ആരുമില്ല. അവിടുന്ന് ഏകനായി മുന്നോട്ട് നീങ്ങുന്നു. യേശുവിന്റെ ചുമരിൽ ഏൽപ്പിക്കപ്പെട്ട ആ കുരിശിന് വെറുമൊരു മരത്തടിയുടെ ഭാരം മാത്രമാണോ ഉള്ളത്? അല്ല, ഒരിക്കലുമല്ല. ലോകത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും ഭാരമുണ്ട് അതിൽ. എന്റെ പാപഭാരം, നിന്റെ പാപഭാരം, നാം ഏവരുടെയും പാപഭാരം. ദൈവപുത്രനായവൻ നമ്മുടെ എല്ലാ പാപങ്ങളും ആ മരക്കുരിശോട് ചേർത്ത് വഹിച്ചു. നമ്മുടെ എല്ലാ പാപഭാരങ്ങളും അവിടുന്ന് ആ മരക്കുരിശിനാൽ ഏറ്റെടുത്തു. കുരിശിലാണ് രക്ഷയെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഒരിക്കൽ ഞങ്ങളുടെ എല്ലാ പാപവും അങ്ങ് കുരിശിനാൽ ഏറ്റെടുത്ത് ഞങ്ങളെ വിശുദ്ധീകരിച്ചുവല്ലോ. എങ്കിലും ബലഹീനരായ ഞങ്ങൾ വീണ്ടും പാപത്തിൽ വീഴുകയും അങ്ങേ കുരിശിന്റെ ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നാഥ, പൊറുക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുവിന്റെ കർത്താവിന്റെ പിറന്നരോട് എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചറിയണമേ. കുരിശിൽ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പകരി വീണു. കല്ലുകൾ നിറയും തിരുവഴിയിൽ തൃപ്പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു. ചെന്നിടം വാർന്നൊഴുകി. മാനവരില്ല, മാനവരില്ല, താങ്ങി തുണച്ചിടുവാൻ. അനുതാപമൂലുന്ന ചുടുകണ്ണുനീർ തൂകി അണയുന്നു മുന്നിൽ ഞങ്ങൾ. മൂന്നാം സ്ഥലം. ഈശോ മിശിഹ 1-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം. അത് പ്രകൃതി നിയമമാണ്. എന്നാൽ യാതൊരു കുറ്റവും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുകയും ആ ശിക്ഷ സ്വമേധയാ സ്വീകരിച്ച് പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ദൈവിക മഹത്വമാക്കി ഉയർത്തി ഈശോ ഇതാ നമുക്ക് മാതൃക കാണിച്ചു തരുന്നു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന യെശയ്യാ പ്രവചനം നിറവേറിക്കൊണ്ട് കാൽവരിയിലേക്കുള്ള കുരിശുയാത്രയുടെ ആരംഭത്തിൽ തന്നെ ഈശോ ഇതാ കുരിശുമായി വീഴുന്നു. കുരിശിന്റെ ഭാരത്തേക്കാൾ മനുഷ്യകുലത്തിന്റെ പാപഭാരത്താലാണ് അങ്ങ് വീണത്. കൂടെ പിറന്നവരെ പോലെ കൊണ്ടു നടന്നവർ ഒറ്റിയതും
ശിഷ്യന്മാരുടെ തലവൻ സാധാരണ ഒരു പെണ്ണിന്റെ മുമ്പിൽ തള്ളി പറഞ്ഞതും ഒക്കെ അങ്ങേ മനസ്സിനെ തളർത്തിയിട്ടുണ്ടാകണം. നാഥ, പുറമേ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ചങ്കു തുളയ്ക്കുന്ന സംഭവം ഞങ്ങളുടെ ജീവിതത്തിലും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ അവയെല്ലാം അങ്ങ് ശാന്തമായി സഹിച്ചതുപോലെ ഹൃദയം പിളർക്കുന്ന അനുഭവം പരാതിയില്ലാതെ സ്വീകരിക്കാനും ആരെയും മുറിപ്പെടുത്താതെ ജീവിക്കുവാനും ഞങ്ങളും ആഗ്രഹിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുവിന്റെ നാമത്തിൽ മുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയിൽ തിരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തും മിഴികൾ കൂരങ്ങും താണിറങ്ങി. ആരോടു നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും കടല പെരും കടലേ, ആലറിഞ്ഞാഴത്തിൽ അലതല്ലി നിൽക്കുന്ന നിന്മനോവേദന നിൻ കണ്ണുനീരാ കഴുകീടമെന്നിൽ പതിയുന്ന മാലിന്യമെല്ലാം. നാലാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു. യേശു ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് വലിഞ്ഞിഴഞ്ഞു നീങ്ങുന്ന ഇടയ്ക്ക് ആശ്വാസകരമായ ഒരു കൂടിക്കാഴ്ച വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. അവർ പരസ്പരം നോക്കി നിന്നു. മകന്റെ വേദനയിൽ അമ്മയുടെ ഹൃദയം നോവുന്ന കണ്ടുമുട്ടൽ. പാപത്തിന്റെ സ്പർശനമേൽക്കാത്ത പ്രിയ മകൻ ഇത്രമാത്രം അപമാനിതനും വിരൂപനുമാകാൻ എന്തു തെറ്റ് ചെയ്തു? മകന്റെ നിരപരാധിത്വം ലോകം അറിയുന്നില്ല. ഉണ്ണീശോയെ കർത്താവിന് സമർപ്പിക്കാനായി ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയതും നീതിമാനും ദൈവഭക്തനുമായ ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് കർത്താവിന്റെ അഭിഷിക്തനായും സകല ജനതകൾക്കും വേണ്ടി അയക്കപ്പെട്ട രക്ഷകനെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രഖ്യാപിക്കപ്പെട്ടതും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന സംഭവം മാതാവിന്റെ ഓർമ്മയിൽ തെളിയുന്നു. ശിമയോന്റെ പ്രവചന ശബ്ദം ദൈവസ്വരമായി സ്വീകരിച്ചുകൊണ്ട് മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. സഹനത്തിന്റെ പാതയിലൂടെ ചരിക്കുവാൻ ദൈവം വിളിക്കുന്നതായും അമ്മ ഗ്രഹിച്ചു. പാവം അമ്മ യേശു ആത്മഗതം ചെയ്തു. അമ്മയെ സമാശ്വസിപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല. അതോർത്തപ്പോൾ മകന്റെ ഹൃദയവേദന വർദ്ധിച്ചു. എങ്കിലും യേശു പിന്തിരിഞ്ഞില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനായി അവസാനം വരെ അനുസരിക്കാനായി അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധരെയും മാതാവേയും ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ കൽപ്പിച്ചിറപ്പിക്കണമേ. കുരിശു ചുമന്നു നീങ്ങും നാഥനെ സിമയോടുണച്ചിടുന്നു. നാഥാനെ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. നിൻ കുരിശെത്രയോലോലം നിന്നോകം ആനന്ദദായകം. അഴകിൽ വീണുഴലുന്നോർക്കവലംബമേകുന്ന കുരിശേ നമിച്ചിടുന്നു. സുരലോകനാഥാനെ കുരിശൊന്നു താങ്ങുവാൻ കരുണീവരങ്ങൾ നിരന്തം. അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്റെ ഭാരം ലഘുവും എന്റെ മുഖം മധുരവുമുള്ളതാണെന്ന് അരുളി ചെയ്ത നാഥ, മനക്ലേശവും ശാരീരിക പീഡകളും നിന്ദനവും ഈശോയെ ക്ഷീണിതനാക്കി തീർത്തു. ഇനി കുരിശോടുകൂടി മുമ്പോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വീണേക്കുമെന്ന് കൂടെ ഉണ്ടായിരുന്നവർ ഭയപ്പെട്ടു. റോമൻ പടയാളിക്ക് ഒരു തടവുകാരനെ സഹായിക്കുവാൻ അനുവാദമില്ല. യഹൂദർ കഴുമരത്തിൽ തൊടുന്നത് ശാപമായി കരുതപ്പെടുന്നു. ഈശോയെ സഹായിക്കാൻ എല്ലാവരും മടിച്ചു. എന്നാൽ ഈശോ വഴിയിൽ വീണ് മരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. കാരണം ഏറ്റവും അപമാനകരമായ കുരിശുമരണമാണ് അവർ അവിടത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഈശോയെ സഹായിക്കുവാൻ ആ വഴിയെ വന്ന് ശിമയോനെ നിർബന്ധിച്ചു. ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, മറിച്ച് ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. മനസ്സില്ലായിരുന്നുവെങ്കിലും ഒഴിഞ്ഞു മാറാൻ നിവൃത്തിയില്ലായിരുന്നതുകൊണ്ട് ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. അങ്ങനെ കുരിശ് മുക്കാൻ ഭാഗ്യം ലഭിച്ച ഗബ്രൂൻകാരൻ ശിമയോൻ അറിഞ്ഞിരുന്നില്ല. അല്പനേരത്തേക്കാണെങ്കിലും അയാൾ മനുഷ്യ പരിത്രാണ കർമ്മത്തിൽ ഈശോയുടെ സഹപ്രവർത്തനാവുകയാണെന്ന്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പല ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വാടിത്തളർന്നു മുഖം നാഥന്റെ കണ്ണുകൾ കാണുമങ്ങേ. വേറോനിക്കാമിഴി തോന്നിയ ദിവ്യാനനം തുടച്ചു. മാലാഖമാർക്കെല്ലാം ആനന്ദമേകുന്ന മാനത്തെ പൂനിലാവേ, താപോർമമന മേവേ നിന്നോക സൂര്യനിൽ പോലെ മിന്നേ. പിന്നാമുഖത്തിന്റെ ലാവണ്യമൊന്നാകെ മങ്ങി ദുഃഖത്തിൽ മുങ്ങി. ആറാം സ്ഥലം വേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു. കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര മുന്നോട്ട് നീങ്ങുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും പകർന്ന യേശുവിന്റെ കഠിനമായ വേദന കണ്ട് വേറോനിക്കായുടെ ഹൃദയം അലിഞ്ഞു. ചുറ്റുമുള്ളവരുടെ അട്ടഹാസവും ക്രൂരതയും ഒന്നും വകവയ്ക്കാതെ
വെറോനിക്ക ധൈര്യപൂർവം എന്തും സംഭവിക്കാവുന്ന അപകടം ഏറ്റെടുത്തുകൊണ്ട് ജനമധ്യത്തിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നീങ്ങുന്നു. രക്തസ്രാവം തീർത്തവൻ രക്തത്തിൽ കുളിച്ചു നീങ്ങുന്ന കാഴ്ച കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാറ് വിരൂപമായ മുഖം തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുത്ത് ഉടുതുണി പോലും ഉപേക്ഷിച്ച് വിട്ടോടിയ ശിഷ്യന്മാരെ അമ്പരപ്പിച്ചുകൊണ്ട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഈശോയുടെ തിരുമുഖം വെറോനിക്ക തന്റെ തൂവാല കൊണ്ട് തുടയ്ക്കുന്നു. ക്ലേശങ്ങളുടെ കാഠിന്യം അലിയിച്ച് ആനന്ദമാക്കുന്ന ദിവ്യ ഔഷധമാണ് സ്നേഹവും സ്നേഹസ്വാന്തനവും. ജീവൻ പണയപ്പെടുത്തിയും സ്വന്തം ജീവൻ സമർപ്പിച്ചും ചെറിയവരിൽ ഒരുവനെ ശുശ്രൂഷിച്ച് സേവനം ചെയ്യുന്നവർക്ക് ഇന്നും അങ്ങ് കയ്യൊപ്പ് വച്ച് മായാത്ത മുഖഛായ കൊണ്ട് മുദ്രിതമാക്കുന്നുവല്ലോ. കണ്ണുകളെ വിശ്വസിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ഇതാ തിരുമുഖം തൂവാലയിൽ പതിച്ച് സമ്മാനിച്ചു. യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങേ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് എന്നരുളി ചെയ്ത നാഥ, പിശാചിന്റെ പ്രലോഭനങ്ങൾ നേരിടാൻ അങ്ങേ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.